പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1954 കാലത്ത് തിരുക്കൊച്ചി സംസ്ഥാനം ഭരിച്ചിരുന്ന സർക്കാരാണ് ആദ്യമായി ഇവിടെ ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിക്കുന്നത് എന്നാണ് ഞാൻ കഴിഞ്ഞ ഭാഗം പറഞ്ഞു നിർത്തിയത്. അന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്നു പട്ടം താണുപിള്ള. അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്നു PS നടരാജപിള്ള. അദ്ദേഹമാണ് ഈ ഭൂപരിഷ്കരണത്തിനായുള്ള 6 ബില്ലുകൾ 1954 അവതരിപ്പിക്കുന്നത്. ആ ബില്ലുകളുടെ കാര്യം നമ്മൾ പറയുന്നതിന് മുമ്പ് ചില ടെക്നിക്കൽ വാക്കുകളുണ്ട് ഈ ജന്മിത്വ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടത്. ഒന്ന് കുടിയാൻ, ടെനൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. കുടിയാൻ എന്നത് ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ കാണം കുടിയാൻ എന്ന് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. കൃഷിഭൂമിക്ക് വേണ്ടി ജന്മിക്ക് ഒരു ഫീസ് കൊടുക്കണം, അത് എൻട്രി ഫീ ആണ്. ഈ എൻട്രി ഫീനെയാണ് നമ്മൾ ഈ കാണം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രശസ്തമായ വാക്ക് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ്. അപ്പോൾ കാണം കൊടുത്ത് കൃഷിഭൂമി വാങ്ങിയ ആളാണ് ഈ കാണക്കുടിയാൻ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാണം കൊടുത്ത് കുടിയാനാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ മെച്ചങ്ങളുള്ളൊരു കാര്യമാണ്. കാരണം അയാളെ ജന്മിക്ക് അങ്ങനെ അയാളെ വേഗം പിടിച്ച് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഈ ആദ്യം കൊടുത്ത എൻട്രി ഫീസിന് ചെറിയൊരു പലിശ ജന്മി കൊടുക്കുകയും വേണം. പക്ഷെ അത് ഈ പാട്ടത്തുകയിൽ പാട്ടത്തുകയിൽ നിന്ന് കുറയ്ക്കുകയാണ് പതിവ്. 12 വർഷ കാലാവധിയാണ് ഈ പാട്ടവ്യവസ്ഥയ്ക്കുള്ളത്. പക്ഷെ അത് 12 വർഷം കഴിഞ്ഞ് പുതുക്കി കൊടുക്കും. കുടിയന്മാരിൽ വിവിധ വിഭാഗങ്ങളുണ്ട്. വാക്കിൽ മാത്രം വിശ്വസിച്ച് കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ ഡീംഡ് കുടിയന്മാരെന്ന് ആണ് പറയുക, ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ വാരക്കാർ, ഓടച്ചാർത്തുകാരെന്ന് പറയും. അതായത് പരമ്പരാഗതമായി കൃഷി ചെയ്ത് കൃഷിഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ. മറ്റൊന്നാണ് പ്രധാനപ്പെട്ട വാക്ക് കുടികിടപ്പുകാരൻ. കുടികിടപ്പുകാരൻ എന്നത് സ്വന്തമായി വീടോ അല്ലെങ്കിൽ വീട് വയ്ക്കാൻ സ്ഥലമോ ഇല്ലാത്തൊരു മനുഷ്യനാണ്. ആ വ്യക്തിയെയാണ് ഈ കുടികിടപ്പുകാരൻ എന്ന് പറയാം. മറ്റൊരു വാക്ക് ഉണ്ട്, വെറുംപാട്ടം. നമ്മൾ ഈ നികുതി കടയ്ക്കാൻ പോയാൽ നമ്മളതിൽ കാണും. വർഷം തോറും ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ആളുകൾ. 12 വർഷത്തേക്കുള്ളതല്ല, വർഷം തോറും. ഇവരാണ് ഈ വെറും പാട്ടക്കുടിയാന്മാർ. പാട്ടക്കാരന് 12 വർഷം കാലാവധിയാണെങ്കിൽ ഇവർക്ക് 1 വർഷമേ കാലാവധിയുള്ളൂ. ഇനി കീഴ്പാട്ടക്കാരൻ എന്ന് പറഞ്ഞ വേറൊരു വകുപ്പുണ്ട്. ഒരു കുടിയാൻ താൻ പാട്ടത്തിനെടുത്ത ഭൂമി മറ്റൊരാൾക്ക് വീണ്ടും പാട്ടത്തിന് താഴെ കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ കുടിയാനും ലാഭം, പിന്നെ ജന്മിക്കും ലാഭം. ഈ പാട്ടക്കുടിയാൻ എന്ന് പറയുന്ന കാണക്കുടിയാൻ അവരൊന്നും ഭൂമിയിൽ പണിയെടുക്കാറില്ല. അവരെല്ലാം കീഴ്പ്പാട്ടക്കാരനെ ഏൽപ്പിച്ച് സുഖിച്ച് നടക്കും. ഈ കീഴ്പ്പാട്ടക്കാരനും കർഷക തൊഴിലാളികളുമാണ് മണ്ണിൽ പണിയെടുക്കുന്നത്. എണ്ണ മിനുപ്പാൽ അല്ലല്ലോ തടി മിന്നി വിയർപ്പാൽ ആലോലം എന്ന് ഇടശ്ശേരി കവിത എഴുതിയിട്ടുണ്ട്. അത് ഇവരെ പോലെയാണ്. ഇപ്പോൾ അവരുടെ ശരീരമൊക്കെ ഏകദേശം കറുത്തിരിക്കും, എൻ്റെയൊക്കെ ശരീരം പോലെ. കാരണം എൻ്റെയൊക്കെ ക്ലാസ് അതായിരുന്നു, കർഷക തൊഴിലാളി കുടുംബമായിരുന്നു. അപ്പോൾ ഇതാണ് അന്നത്തെ ഒരു വ്യവസ്ഥ. അതുപോലെ കീഴ്പ്പാട്ടക്കാരനും ഈ കർഷക തൊഴിലാളിക്കും ഭൂമിയിൽ തീരെ യാതൊരു അവകാശവും ഇല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ജന്മിക്കും പാട്ടക്കാരനും ലാഭം കിട്ടുമ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള കീഴ്പ്പാട്ടക്കാരനും കർഷക തൊഴിലാളിയും ചൂഷണം ചെയ്യപ്പെട്ടു. മറ്റൊരു വാക്കുകൂടി പരിചയപ്പെടേണ്ടതുണ്ട്. അത് ഭോഗാധാരം എന്ന വാക്കാണ്. ഇതൊരു തരം കടമിടപാടാണ്. അതായത് നമ്മൾ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളിൽ നിന്ന് പണം കടം വാങ്ങുമ്പോൾ ആ പണത്തിന് പലിശ കൊടുക്കണമല്ലോ. ആ പലിശയായി തൻ്റെ ഭൂമിയിലെ വിളവെടുത്തോളൂ എന്നുള്ള അധികാരം കൊടുക്കുന്ന ഒരു പരിപാടിയാണത്. കടം വാങ്ങിയ ആൾ പണം തിരിച്ചു നൽകുന്നത് വരെ കടം കൊടുത്ത ആൾക്ക് ആ ഭൂമിയിൽ കൃഷി ചെയ്യാനും അതുപോലെ തന്നെ അവിടുത്തെ വിഭവങ്ങൾ, അതായത് മാവ്, പ്ലാവ്, ചക്ക, അതിൻ്റെയൊക്കെ ആദായം എടുക്കാനുള്ള അവകാശം ഉണ്ടാവും. ഇത് ഭൂമിയുള്ളവർക്ക് മാത്രം ബാധകമായ കാര്യമാണ്. പലരുടെയും ഭൂമി ഈ വഴിക്ക് ജന്മി കൊണ്ടുപോയിട്ടുണ്ട്. അടുത്ത വാക്കും കൂടി പരിചയപ്പെടണം. അതാണ് ഊഴിയപ്പാട്ടം. ഒരു കുടുംബത്തിന് താമസിക്കാനോ കൃഷി ചെയ്യാനോ ജന്മി ഭൂമി നൽകും. അതിന് പകരമായി ആ കുടുംബത്തിലെ അംഗങ്ങൾ ജന്മിയുടെ വീട്ടിലോ അദ്ദേഹം പറയുന്നിടത്തോ സേവനം ചെയ്യണം. സേവനമാണ് ഊഴിയം. ഈ സേവനം നിഷേധിച്ചാൽ അവരെ ഭൂമിയിൽ നിന്ന് തന്നെ പുറത്താക്കും. ഒരു തരത്തിലുള്ള അടിമത്തമാണത്. അടുത്ത വാക്കാണ് വിരുത്തി. ഒരാൾക്ക് കൃഷി ചെയ്യാൻ ഭൂമി കൊടുക്കുന്നു. പകരമായി അയാൾ കൊട്ടാരത്തിലോ അധികവും അമ്പലത്തിലോ ക്ഷേത്രങ്ങളിലോ നിശ്ചിത ജോലികൾ ചെയ്യണം. ഉദാഹരണമായിട്ട് ക്ഷേത്രത്തിൽ മാല കെട്ടണം, പാത്രങ്ങൾ കഴുകണം, വിശേഷ ദിവസങ്ങൾ പന്തൽ കെട്ടണം. ഈ ജോലികളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭൂമിയാണ് വിരുത്തി. ഈ ഭൂമിയും വിൽക്കാനോ കൈമാറ്റം ചെയ്യാനൊന്നും പറ്റില്ല. ജോലി ചെയ്യാതെ വന്നാൽ ഈ ഭൂമി തിരിച്ചു പിടിക്കും.
ഇത് സത്യത്തിൽ ഇതൊരു കുടുംബത്തെ ഒരു പ്രത്യേക തൊഴിലിൽ തന്നെ തളച്ചിട്ട മറ്റൊരു ഭൂധായ ക്രമം ആയിരുന്നു. ഇതിനേക്കാൾ ഭീകരമായ ഒന്നാണ് അടിയായ്മ, അടിമത്തം തന്നെ. ഒരാൾ മറ്റൊരാളുടെ അടിമയായി മാറുന്ന, അടിയാനായി മാറുന്ന ഒരു വ്യവസ്ഥയാണിത്. ഒരു കുടുംബം മുഴുവൻ ജന്മിയുടെ അടിമയായിരിക്കുക. ജന്മിയുടെ അനുവാദമില്ലാതെ അവർക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനും വിവാഹം കഴിക്കാൻ പോലും അവകാശമില്ലായിരുന്നു. അവർക്ക് കൂലി പണമായി കൊടുക്കുകയില്ല, പകരം വിശപ്പിന് മാത്രമുള്ള ധാന്യം, ഉടുക്കാൻ ഒരു മുണ്ട്. ജന്മി ഭൂമി വിൽക്കുമ്പോൾ ഇവരും കൂട്ടി വിൽക്കും. അപ്പോൾ വിരുത്തിയാകട്ടെ, വെറുംപാട്ടമാകട്ടെ, മേൽച്ചാർത്താകട്ടെ, അടിയായ്മ തന്നെയാകട്ടെ, പേരെന്ത് തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ്. കോതമ്പ് പാടത്ത് നീർ പെയ്തു പോകും മുകിലാണ്, നീയൊരു അടിമയാണ്, പണിക്കാരനാണ്, പണിയെടുക്കുന്നവന് ഭൂമിയിൽ അധികാരമില്ല. അപ്പോൾ ഈ വ്യവസ്ഥകൾ ഒക്കെ ഒന്ന് പരിഷ്കരിച്ച് മനുഷ്യപ്പറ്റുള്ളതാക്കി മാറ്റാൻ വേണ്ടിയാണ് നടരാജപിള്ള ഈ ബില്ലുകൾ, 6 ബില്ലുകൾ കൊണ്ടുവരുന്നത്. ഇതിൽ ആദ്യത്തെ ബില്ലായിരുന്നു പെർമനൻ്റ് ഒക്യുപ്പൻസി റൈറ്റ്സ്. വർഷം തോറും ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന വെറും പാട്ടക്കുടിയന്മാരെ ജന്മിക്ക് ഇഷ്ടമുള്ളപ്പോൾ പിരിച്ചുവിടാൻ പറ്റില്ല, അല്ലെങ്കിൽ പുറത്താക്കാൻ പറ്റില്ല. അവർക്ക് ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള സ്ഥിരാവകാശം കൊടുക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ബില്ല്. രണ്ടാമത്തെ ബില്ലിൻ്റെ ആശയം ഒരാൾക്ക് എത്ര ഭൂമി കൈവശം വെക്കാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ആ പരിധി 15 ഏക്കറായിട്ട് നിശ്ചയിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഭൂമി പിടിച്ചെടുക്കാമല്ലോ. പക്ഷേ ഇതിനൊന്നും ഈ പരിധി എത്രയാണെന്ന് വെക്കാനൊന്നും നടരാജപിള്ളയ്ക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം ഞാൻ പിന്നെ പറയാം. ഇനി ബില്ല് 3 ആശയം ഞാൻ പറയാം. കാരണം വെച്ചാൽ അത് വിവിധ തരം കാർഷിക വ്യവസ്ഥകളെ ഏകീകരിക്കുന്ന ഒരു ബില്ലായിരുന്നു അത്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ പാട്ടം, വെറുംപാട്ടം, ഭോഗാധാരം, ഊഴിയപ്പാട്ടം, അതുപോലുള്ള പാട്ട വ്യവസ്ഥകളെ ഏകീകരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു 6 ബില്ലുകളാണ് നടരാജപിള്ള ഉദ്ദേശിച്ചത്. കേൾക്കുമ്പോൾ തന്നെ അറിയാം വിപ്ലവകരമായ ബില്ലുകളാണ്. അവ ജന്മിത്വത്തിൻ്റെ കടപ്പുഴക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ബില്ലുകൾ സാധാരണ ചെയ്തതുപോലെ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു, ചർച്ചകൾ നടന്നു, പക്ഷെ പാസ്സാക്കാൻ പറ്റിയില്ല. പട്ടത്തിൻ്റെയും ഈ നടരാജപിള്ളയുടെയും പാർട്ടിയായ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി സത്യം പറഞ്ഞാൽ ഭൂരിപക്ഷമുള്ള ഒരു കക്ഷിയായിരുന്നില്ല. അവർക്ക് ആകെ 19 MLA-മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലും കൂടുതൽ MLA-മാരുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ പിന്തുണ കൊണ്ടാണ് അവർ ഭരിച്ചിരുന്നത്. ഈ അവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണ് അവർ ഇത്രയും വിപ്ലവകരമായ ഒരു ബില്ല് അവിടെ അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. പക്ഷേ ഈ ബില്ല് അവതരിപ്പിച്ചത് കണ്ടാൽ കോൺഗ്രസ്സുകാർക്കും പ്രതിപക്ഷത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അവർക്കൊക്കെ എങ്ങനെ സഹിക്കും? കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ട നിമിഷം തന്നെ അവരാകെ കൺഫ്യൂഷനിലായി. ഈ ബിൽ നിയമമായാൽ പാട്ടകൃഷിക്കാർ മുഴുവൻ, ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ നടരാജപിള്ളയുടെ പാർട്ടിയിൽ ചേരും. ഈഴവരും നായരും മുസ്ലിമും ക്രിസ്ത്യാനിയും PSP എന്ന പാർട്ടിയുടെ, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്കായി മാറും. അടുത്ത ഇലക്ഷനിൽ അവർ ഒറ്റയ്ക്ക് ഭരിക്കും. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകളും കേരളത്തിൽ നിന്ന്, കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒന്നുമല്ലാതായി തീരുമെന്നവർ തിരിച്ചറിഞ്ഞു. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിസഭയെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. കാരണം ഇവരുടെ പിന്തുണ ഇല്ലെങ്കിൽ അവർക്ക് ഭരിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ സപ്പോർട്ട് പിൻവലിച്ചാൽ നാട്ടുകാർ മുഴുവൻ എതിരാകും. അതായത് ഭൂപരിഷ്കരണം എന്ന് പറയുന്ന വിപ്ലവകരമായ ഒരു ബില്ലിനെ പിന്നിൽ നിന്നും കുത്തിയാൽ പിന്നെ അവർക്ക് കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനം ഉണ്ടാവില്ല എന്നവർ മനസ്സിലായി. നാട്ടുകാർ ഒറ്റപ്പെടുത്തും എന്ന ഒരു കണ്ടീഷനിലെത്തി അവർ എന്ത് ചെയ്യും? ഇത്തരം ഘട്ടങ്ങളിൽ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാർ ചെയ്യുക ഒരു സിമ്പിൾ പരിപാടിയാണ്. ഏതു പട്ടിക്കും ഒരു ദിവസം വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുക, വെറുതെ കാത്തിരിക്കുക. ഒരക്ഷരം മിണ്ടാതെ ഒരവസരത്തിനായി കാത്തിരുന്നാൽ ആ അവസരം വന്നിരിക്കും എന്നതാണ് രാഷ്ട്രീയത്തിൽ. കോൺഗ്രസിനും അങ്ങനെ ഒരു അവസരം വന്നു. അത് കന്യാകുമാരി ജില്ലയുടെ രൂപത്തിലാണ് വന്നത്. അന്ന് ഈ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് കന്യാകുമാരി. അവിടെ ഏറ്റവും ശക്തമായ പാർട്ടി തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസ്സാണ്. അവർ കന്യാകുമാരി ജില്ലയെ തമിഴ്നാടുമായി ചേർക്കണം എന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭണം തുടങ്ങി, സമരം തുടങ്ങി. പട്ടത്തിനാണെങ്കിൽ കന്യാകുമാരി വിട്ടുകൊടുക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാനേ വയ്യ. അദ്ദേഹം ഭയങ്കര കേരളവാദിയായിരുന്നു. എത്രമാത്രം കേരളവാദിയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ന് ദേവികുളം, പീരുമേട് താലൂക്കുകളൊക്കെ നമ്മുടെ കേരളത്തിൽ പെടുന്നതിൻ്റെ കാരണം ഈ പട്ടം താണുപിള്ളയുടെ സൂത്രപ്പണിയാണ്.
അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്, രസകരമായ ഒരു ചരിത്രം എന്ന് പറഞ്ഞു വെച്ചാൽ, പുതിയ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഈ ദേവികുളത്തും പീരുമേടും നിറച്ച് തമിഴന്മാരായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലായി ആ ഭാഗങ്ങൾ തമിഴ്നാടിന് പോകണം. നമ്മുടെ പട്ടം എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ, നമ്മുടെ ജൂതന്മാർ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലൊക്കെ ചെയ്യുന്ന അതേ പണി ചെയ്തു. ഒരു 10,000 മലയാളികളെ കൊണ്ടുപോയി അദ്ദേഹം ഈ ദേവികുളം താലൂക്കിലും അതുപോലെ തന്നെ പീരുമേട് താലൂക്കിലും കൊണ്ട് താമസിപ്പിച്ചു. എന്നിട്ട് മലയാളികൾക്ക് ഭൂരിപക്ഷമുണ്ടാക്കി. ഇതാണ് പട്ടം, ഇതാണ് ഈ പട്ടം താണുപിള്ള. അപ്പോൾ പുള്ളിയുടെ അടുത്ത് സമരം ചെയ്തിട്ട് പറയുകയാണ്, കന്യാകുമാരി കൊണ്ടുപോയി തമിഴ്നാടിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താവും കഥ? സമരം അക്രമാസക്തമായി, വെടിവെപ്പുണ്ടായി, 7 പേർ മരിച്ചു. അതായിരുന്നു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും കാത്തിരുന്ന ആ അവസരം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. കമ്മ്യൂണിസ്റ്റുകൾ പിന്തുണയ്ക്കുന്നു. പട്ടവും നടരാജപിള്ളയും വീഴുന്നു. ഇതാണ് ഉണ്ടായത്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാട് വളരെ ശ്രദ്ധേയമാണ്. പട്ടം മന്ത്രിസഭ വീണാൽ പൊടുന്നനെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ആ ശൂന്യതയിൽ തങ്ങൾക്ക് ഭരണത്തിലേറാൻ കഴിയുമെന്നും അവർ കരുതി. പക്ഷേ അവരുടെ കണക്കുകൾ തെറ്റിച്ചുകൊണ്ട് കോൺഗ്രസ് അവിടെ അധികാരത്തിൽ മറ്റൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇടക്കാല മന്ത്രിസഭ രൂപീകരിക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസ് പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയിൽ അവിശ്വാസം പ്രഖ്യാപിക്കുന്നതിൻ്റെ കാരണം, യഥാർത്ഥ കാരണം ഈ ഭൂപരിഷ്കരണമായിരുന്നു. അത് തന്നെയായിരുന്നു കമ്മ്യൂണിസ്റ്റുകളുടെയും പ്രശ്നം. 2 കൂട്ടർക്കും മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ. കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചപ്പോൾ വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് പിന്തുണ കൊടുക്കാമായിരുന്നു പട്ടത്തിന്. എന്നിട്ട് കുറേ കൂടി മെച്ചപ്പെട്ട ഭൂപരിഷ്കരണം അവർക്ക് കൊണ്ടുവരാമായിരുന്നു. പക്ഷെ ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, നടരാജപിള്ളയുടെ ഭൂപരിഷ്കരണത്തെ പിന്തുണച്ചാൽ എല്ലാ ക്രെഡിറ്റും കിട്ടുക നടരാജപിള്ളയുടെ പാർട്ടിക്കാണല്ലോ. ഇത് മുൻകൂട്ടി കണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ നടരാജപിള്ളയെ പിന്തുണയ്ക്കാഞ്ഞത്. കർഷകന് ഭൂമി കൊടുക്കൽ മാത്രമല്ല പാർട്ടിയുടെ പണി, അതിൻ്റെ ഫലം വോട്ടായി പാർട്ടിക്ക് കിട്ടുകയും വേണം. നക്കിത്തിന്ന് പിറപ്പ് പണി കാണിക്കുന്നവരാണ് ജനങ്ങൾ എന്നുള്ളൊരു സിദ്ധാന്തം 1954 പോലും അന്നത്തെ MM മണിമാർക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭ വീണതിന് ശേഷം പിന്നീടും അവിടെ മുഖ്യമന്ത്രി വന്നത് പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. അദ്ദേഹം യുക്തിവാദിയായിരുന്നു. യുക്തിവാദി സംഘവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക സ്ഥാനങ്ങളിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്തും ഒരു ആശ്വാസം നൽകുന്ന, കാണക്കുടിയന്മാർക്ക് ആശ്വാസം നൽകുന്ന ഒരു നിയമം അദ്ദേഹത്തിന് പാസ്സാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ആ സർക്കാർ താഴ്ത്തു വിടുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ അവിടെ കാണുന്ന തിരുക്കൊച്ചി സംസ്ഥാനം പിന്നെ ഭരിച്ചത് രാഷ്ട്രപതിയാണ്. ആ സമയത്ത് കേരളം ഉണ്ടാക്കുന്നതിനുള്ള, ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രപതിയാണ് അവിടെ ഭരിച്ചത്. ആ കാലത്ത് വെറും പാട്ടക്കാരെ ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം രാഷ്ട്രപതിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഐക്യ കേരളം 1957 അതിൻ്റെ ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വന്നു. അവർക്ക് ഈ പ്രശ്നങ്ങളെ കൂടുതൽ ഗൗരവമായ രീതിയിൽ കാണാൻ കഴിഞ്ഞു. ഗൗരിയമ്മ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു കാർഷിക ബന്ധ ബില്ലാണ് അവതരിപ്പിച്ചത്. എന്തുകൊണ്ട് ഗൗരിയമ്മയ്ക്ക് അത് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇത്രയും ദീർഘമായി പറഞ്ഞു കഴിഞ്ഞത്. അതായത് ഒന്നാമത്തെ കാരണം, മലബാറിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ജി ശങ്കരൻ നായർ ചെയ്ത കാര്യങ്ങൾ അവർക്ക് വഴികാട്ടിയായി. കാശ്മീരിൽ 1950 തന്നെ ഷേഖ് അബ്ദുള്ള നടത്തിയ ഭൂപരിഷ്കരണം അവർക്ക് വഴികാട്ടിയായി. അതുപോലെ തന്നെ PS നടരാജപിള്ളയുടെ നന്മകൾ, അദ്ദേഹത്തിൻ്റെ 6 ബില്ലുകളും കമ്മ്യൂണിസ്റ്റുകൾക്ക് വഴികാട്ടിയായി. അതുപോലെ SNDPയുടെ ഭൂപരിഷ്കരണ നിർദ്ദേശങ്ങൾ അവർക്ക് വഴികാട്ടിയായി. ഇതിലും പ്രധാനപ്പെട്ടത് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രമേയത്തിലൂടെ പാസ്സാക്കിയ കൃഷിഭൂമി കൃഷിക്കാരന് എന്ന ഒരു നിർദ്ദേശവും അവർക്ക് ചെറിയ രീതിയിൽ വഴികാട്ടിയായി. പക്ഷേ അതൊന്നും അല്ല യഥാർത്ഥത്തിൽ അവരെ നയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ് അവരെ നയിച്ചത്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾ ആരും വായിച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകളൊക്കെ പുസ്തകം വായിക്കുന്നവരായിരുന്നു. അതായത് ചോപ്പച്ചട്ടിയുള്ള പുസ്തകങ്ങൾ അവർ വായിക്കുമായിരുന്നു. അതിലാണ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന പരിപാടി എന്താണ് എന്ന് വിശദീകരിച്ചുള്ളത്. അതിൽ ചരിത്രഘട്ടങ്ങളെപ്പറ്റി വിശദമായി വിവരിച്ചിട്ടുണ്ട്. ആദ്യം പ്രാകൃത കമ്മ്യൂണിസം, പിന്നെ അടിമത്തത്തിലേക്ക് വന്നു, അതിനുശേഷം ജന്മിത്തമുണ്ടായി, മുതലാളിത്തമുണ്ടായി, ഇനിയാണ് സോഷ്യലിസവും കമ്മ്യൂണിസവും ഉണ്ടാകേണ്ടത്.
മാർക്സിൻ്റെ ഐഡിയ വെച്ച് മുതലാളിത്തത്തിൽ നിന്നാണ്, മുതലാളിത്ത വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഈ സോഷ്യലിസത്തിൽ എത്തേണ്ടത്. എന്നാൽ കേരളത്തിലെ സ്ഥിതി എന്താണ്? ജന്മിത്തമാണ്, മുതലാളിത്തമായിട്ടില്ല. ജന്മി, പാട്ടം, വെറുംപാട്ടം, കീഴ്പാട്ടം, ഭോഗാധാരം, ഊഴിയവേല, അടിമത്തം. ഈ സിസ്റ്റം മാറി മുതലാളിത്തം ആകണം. ജോലിക്ക് കൂലിയായി പണം കിട്ടുന്ന വ്യവസ്ഥ, അതാണ് മുതലാളിത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ ആക്കി മാറ്റണം. ജന്മി കുടിയാൻ എന്ന സാമൂഹ്യ ബന്ധം മാറി തൊഴിലാളി മുതലാളി എന്ന രീതിയിലാക്കി മാറ്റിയാലേ തൊഴിലാളികൾ നേതൃത്വത്തിലേക്ക് വരികയും അവർ സംഘടിച്ച് ഒറ്റക്കെട്ടായി വിപ്ലവത്തിലൂടെ മുതലാളിത്തത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുക. വിപ്ലവം എന്നൊക്കെ പറയും. കേരളത്തിലപ്പോൾ ഏറ്റവും ആദ്യം പോകേണ്ടത് എന്താണ്? ജന്മിത്തമാണ് പോകേണ്ടത്. അതുകൊണ്ട് നടരാജപിള്ളയുടെ ബില്ല് അതേപോലെ എടുത്ത് പാസ്സാക്കിയാൽ ഒരിക്കലും ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല. നടരാജപിള്ളയുടെ ബില്ല് എന്ന് പറഞ്ഞാൽ കുടിയാന്മാരുടെ, ജന്മിമാരുമായുള്ള അവരുടെ ബന്ധങ്ങളുടെ പരിഷ്കരണം മാത്രമാണ്. ജന്മി കുടിയാന്മാരെ ചൂഷണം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമാണ് നടരാജപിള്ളയുടെ ബില്ല് പറയുന്നത്. എന്നാൽ ഗൗരിയമ്മയുടെ ബില്ലിൽ പറയുന്നത് ഭൂമിയുടെ പുനർവിതരണം ആണ്. കുടിയാന്മാരെ ഭൂമിയുടെ ഉടമസ്ഥരാക്കുക. ഇത് സ്ട്രക്ചറൽ ചേഞ്ചാണ്. നിലവിലുള്ള സംവിധാനത്തെ മാറ്റിമറിക്കലാണ് അവിടെ നടന്നത്. ഇതൊരു സുപ്രധാനമായ വ്യത്യാസമാണ് ഈ രണ്ട് ബില്ലുകളും തമ്മിലുള്ള. അതുപോലെ നടരാജപിള്ളയുടെ ബില്ലിൽ ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ ഒരു പരിധി എത്രയാണെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അതൊരു തീർപ്പുണ്ടായില്ല. എന്നാൽ ഗൗരിയമ്മയുടെ ബില്ലിൽ കൃത്യമായി പറയുന്നു, ഒരു കുടുംബത്തിന് 5 പേരുള്ളൊരു ജന്മി കുടുംബത്തിന് 15 ഏക്കർ കൂടുതൽ കൈവശം വയ്ക്കാൻ കഴിയില്ല. 100 ഏക്കറുണ്ടോ, ബാക്കി ഈ 85 ഏക്കറും പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യും എന്നാണ് ആ ബില്ലിലുണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജന്മിത്തം തകർക്കൽ ആയിരുന്നു കമ്മ്യൂണിസ്റ്റുകളുടെ ഉദ്ദേശം. എന്നാൽ ജന്മിമാരെ മര്യാദ പഠിപ്പിക്കണം എന്ന് മാത്രമേ നടരാജപിള്ളയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, കമ്മ്യൂണിസ്റ്റുകളുടെ ഭൂപരിഷ്കരണ ബിൽ എന്ന് പറയുന്നത് നടരാജപിള്ളയുടെ ബില്ലിനേക്കാൾ വിപ്ലവകരമായിരുന്നു. ഗൗരിയമ്മയുടെ ബിൽ നിയമസഭ പാസ്സാക്കി, പക്ഷേ പ്രസിഡന്റ് ഒപ്പിട്ടില്ല. പിന്നീട് ഈ ബിൽ നിയമമാകുന്നത് 1963 അന്ന് കോൺഗ്രസ്സുകാരാണ് ഭരിക്കുന്നത്. ഈഴവനായ ശങ്കർ ആണ് മുഖ്യമന്ത്രി. ആർ ശങ്കറായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹം ഒരു യുക്തിവാദിയായിരുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. PT ചാക്കോ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനാണ് ആ ബില്ല് അവതരിപ്പിച്ചത്. പക്ഷേ ഗൗരിയമ്മ അവതരിപ്പിച്ച ബില്ലിൽ പറ്റാവുന്നിടത്തോളം വെള്ളം ചേർത്താണ് അത് അവതരിപ്പിച്ചത്. ബില്ല് നിയമമായി, പക്ഷേ അത് ഫോഴ്സ് ചെയ്ത് എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന പരിപാടി നടന്നില്ല. അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മൾ കേരളത്തെ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്നതാണ് 1964. അതിനുശേഷം പിന്നെ ഒരു രാഷ്ട്രീയ അസ്ഥിരതയുടെ കാലമായിരുന്നു. ഗവൺമെൻറ്റുകൾ രൂപീകരിക്കപ്പെടുന്നത് കാണുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് 1967 EMS ലീഗിനെയും കേരള കോൺഗ്രസിനെയും CPI-യെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കുകയാണ്. അന്നവർ വീണ്ടും ഈ ബില്ലിനെ എടുത്ത് ഭേദഗതി ചെയ്തു. വെള്ളം ചേർത്തതൊക്കെ കുറേയൊക്കെ ആ വെള്ളമൊക്കെ വീണ്ടും ഒഴുക്കി കളഞ്ഞ് ഒരു സ്ട്രോങ് ആക്കി രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാക്കി. പിന്നെ ആ മന്ത്രിസഭയും വീഴണം. ഇതുകൊണ്ടൊന്നല്ല കേട്ടോ വീഴുന്നത്. ഈ മന്ത്രിസഭ വീണതിന് ശേഷം കോൺഗ്രസും അച്യുതമേനോനും കൂടി വീണ്ടും ഇവിടെ ഭരിക്കാൻ തുടങ്ങി. അവരാണ് ഇവിടെ ഭൂപരിഷ്കരണം ഫോഴ്സ് ചെയ്ത് നടപ്പാക്കിയത്. ഇതൊരു വലിയ കാര്യമാണ്. ഈ ഫോഴ്സ് ചെയ്ത് നടപ്പാക്കുക. നമ്മൾ കടലാസിൽ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഈ ഭൂമി പിടിച്ചെടുക്കുക, വിതരണം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വിപ്ലവകരമായ പരിപാടിയാണ്. ഇത് നമ്മൾ എന്താ പറയുക, വിപ്ലവകരമായ പരിപാടി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഗറില്ലകളോ നക്സലേറ്റുകളോ ചെയ്യുന്ന പരിപാടിയല്ല അത്. ഇത് നിയമപരമായി നിയമത്തിൻ്റെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു വിപ്ലവമാണ്. അപ്പോൾ അത് ഫോഴ്സ് ചെയ്ത് തന്നെ നടപ്പാക്കണം. ആ ഫോഴ്സ് ചെയ്ത് നടപ്പാക്കിയത് കോൺഗ്രസും അച്യുതമേനോൻ ഗവൺമെൻറ്റും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ നടന്ന ഏറ്റവും റാഡിക്കലായ ഭൂപരിഷ്കരണം കേരളത്തിലേതായിരുന്നില്ല എന്നാണ് പറയാനുള്ളത്. അത് ജമ്മു കാശ്മീരിലേതായിരുന്നു. 1950 തന്നെ ലാൻഡ് ടു ദി ടില്ലർ, ഇതാണ് കോൺസെപ്റ്റ്. അതായത് ഭൂമി ഉഴവുകാരൻ്റെ കയ്യിലേക്ക് എന്ന് പറയും. ജന്മിത്തം മൊത്തം അവിടെ കടപുഴകി വീണു. തോട്ടങ്ങളെ പോലും അവർ ഒഴിവാക്കിയില്ല.
ഒരു ഒഴിവും ആർക്കും കൊടുത്തില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഫലപ്രദമായ വ്യാപകമായ ഒരു ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലേതായിരുന്നു എന്ന് പറയുന്നത്. പഞ്ചാബിൽ വേറൊരു തരത്തിൽ എന്താ പറയുക, വിളവ് വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അവിടുത്തെ ലക്ഷ്യം. അങ്ങനെ നോക്കുമ്പോൾ വിളവ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ ആ ഭൂപരിഷ്കരണത്തിന് അതിൻ്റേതായ മേന്മകളുണ്ടായിരുന്നു. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തോട്ടങ്ങൾ ഒഴിവാക്കിയിരുന്നില്ലെങ്കിൽ, ഭൂപരിഷ്കരണത്തിൽ തോട്ടങ്ങളെ കൂടി പെടുത്തുകയായിരുന്നെങ്കിൽ ഇവിടെ ആയിരുന്നതിനെ ഏറ്റവും ഫലപ്രദമായ ഭൂപരിഷ്കരണം നടന്നത്. ആ പോരായ്മ നിലനിൽക്കെ തന്നെ ഏറ്റവും വ്യാപകവും അതുപോലെ തന്നെ സാമൂഹികവുമായ ഒരു ഫലപ്രദവുമായ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു പരിഷ്കരണം ഇവിടെ കൊണ്ടുവരിക തന്നെ ചെയ്തു. അതിനാദ്യം നമ്മൾ നന്ദി പറയേണ്ടത്, അതായത് ഈ വിഷയത്തിലേക്ക് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ തിരിപ്പിച്ച ആദ്യത്തെ വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളിന്ന് മലബാറിനെയും കൂടി നമ്മൾ കേരളത്തിൽ പെടുത്തുന്നത് കൊണ്ട് ആദ്യമായി നമ്മൾ നന്ദി പറയേണ്ടത് ശങ്കരൻ നായർക്കാണ്, ജി ശങ്കരൻ നായർ. രണ്ടാമത് PS നടരാജപിള്ള തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി, അതും അദ്ദേഹത്തോടൊപ്പം സ്ട്രോങ് ആയി നിന്നാണ് PSP, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. മൂന്നാമത് നമ്മൾ നന്ദി പറയേണ്ടത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതുപോലെ ഗൗരിയമ്മ. നമ്മൾ പിന്നീട് നാലാമത് നന്ദി പറയേണ്ടത് CPIയോടും കോൺഗ്രസിനോടും, പ്രത്യേകിച്ച് അച്യുതമേനോൻ സർക്കാരിനോടും. ഇവിടെ കോൺഗ്രസിൻ്റെ നിലപാട് ഒരു കൺഫ്യൂഷൻ നമ്മളിൽ ഉണ്ടാക്കും. എന്തുകൊണ്ടെന്നാൽ 1957 അവർ പൊതുവെ ജന്മിമാർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. എന്നാൽ 1967 എത്തുമ്പോൾ കോൺഗ്രസിൻ്റെ രീതി മാറുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. കോൺഗ്രസിൽ ഇന്ദിരാഗാന്ധി അധികാരം പിടിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന വലതുപക്ഷ അവസരവാദികളെ മുഴുവൻ പാർട്ടിയിൽ നിന്നും വേറൊരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ പുറത്താക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി കോൺഗ്രസിൻ്റെ അധികാരം പിടിക്കുകയാണ് ചെയ്തത്. വലതുപക്ഷത്തിൻ്റെ വക്താക്കളായിരുന്ന മൊറാർജി ദേശായി മുതലുള്ള ആളുകൾ മുഴുവൻ അവിടെ നിഷ്പ്രഭരാക്കപ്പെടുകയാണ്. എന്നിട്ട് ഈ ഇന്ദിരാഗാന്ധി ഇടതുപക്ഷത്തേക്ക് ചായുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർ ബാങ്കുകൾ ദേശസൽക്കരിക്കുന്നു, കുറെ കൂടി പാവങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. അങ്ങനെയാണ് 1970കളിലെ കോൺഗ്രസ് CPI ബന്ധം ഉണ്ടാകുന്നത്. അങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഭൂപരിഷ്കരണം ആ കാലത്ത് നടപ്പാക്കാൻ കോൺഗ്രസ് സപ്പോർട്ട് കൊടുക്കുന്ന തരത്തിലേക്ക്, ഭൂപരിഷ്കരണത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് എത്തിയതിന് കാരണം കേന്ദ്രത്തിൽ ഉണ്ടായ, ഇന്ദിരയുടെ നേതൃത്വത്തിലുണ്ടായ ഒരു ഇടതുപക്ഷത്തേക്ക് ഉണ്ടായ ഒരു ചായ്വാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് കേരളത്തിൽ പണ്ട് പരശുരാമൻ ബ്രാഹ്മണർക്ക് നൽകിയ ഭൂമി 10 സെൻറ്റിൻ്റെ പീസായതിൻ്റെ കഥ. ഇനി ഈ ഭൂപരിഷ്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ദോഷങ്ങൾ പറയാം. പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുമ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്ന് വെച്ചാൽ, ആർക്കാണ് ഇതിൻ്റെ ഗുണം കിട്ടിയത് അതിനനുസരിച്ച് നമുക്കത് മനസ്സിലാക്കാം. ആർക്കാണ് ഭൂപരിഷ്കരണത്തിൽ ഗുണം കിട്ടിയത്? പ്രധാനമായും ജന്മിയിൽ നിന്നും പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന കാണം പാട്ടക്കാരനാണ് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത്. കാരണം അവർക്ക് വലിയ തോതിൽ ഭൂമി പാട്ടം ആയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് അതിൽ ഉടമസ്ഥാവകാശം കിട്ടി. അവരൊക്കെ വലിയ ഭൂ ഉടമകളായിട്ട് മാറി. ആരൊക്കെയായിരുന്നു അവർ എന്ന് ചോദിച്ചാൽ, നായർ, ഈഴവ, ക്രൈസ്തവ വിഭാഗങ്ങളിലെ സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നു അവർ പുതിയ ഭൂ ഉടമകളായി പിന്നീട് മാറുകയുണ്ടായി. അതുപോലെ വെറും പാട്ടക്കാർ, അവരും രക്ഷപ്പെട്ടു. ഭൂരിഭാഗം പേരും ചെറുകിട അതുപോലത്തെ വെറും പാട്ട കൃഷിക്കാരായിരുന്നു. അതുകൊണ്ട് അവർക്കും ഭൂമി കിട്ടുകയുണ്ടായി. അതാണ് ഈ ഭൂപരിഷ്കരണം എന്ന കാര്യം വളരെ ജനകീയമാകാനുണ്ടായുള്ള ഒരു കാരണം. ഇനി നമുക്ക് മണ്ണിൽ പണിയെടുത്ത ആളുകളിലേക്ക് വരാം. കീഴ്പ്പാട്ടക്കാരൻ കർഷക തൊഴിലാളികളോടൊപ്പം തന്നെ മണ്ണിൽ പണിയെടുക്കുന്ന ആളായിരുന്നു. ഈ കീഴ്പ്പാട്ടക്കാരനും ഭൂമി സ്വന്തമാക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ മതിയായ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ കോടതിയിൽ പോയിട്ടാണ് കുറേ പേരെങ്കിലും അവർക്കുള്ള ഭൂമിയിലുള്ള അവകാശം സ്വന്തമാക്കിയത്. അപ്പോൾ നമ്മൾ മൊത്തം പരിശോധിക്കുമ്പോൾ കേരള ലാൻഡ് ഇൻഫർമേഷൻ ആക്ട് അഥവാ കേരള ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് കുടിയാന്മാരുടെ മാത്രം ആക്റ്റായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വേണമെങ്കിൽ പാട്ടക്കുടിയാൻ ആക്ട് എന്നതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്താ അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാടിയാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇലക്ഷൻ ജയിച്ചത്, ഇലക്ഷൻ ലോട്ട് പിടിച്ചത്. എന്നാൽ പാടത്ത് വിത്ത് വിതച്ചവർക്കും നെല്ല് കൊയ്തവർക്കും കറ്റ മെതിച്ചവർക്കും ഒന്നും ഭൂമി കിട്ടിയില്ല.
ശരിക്കും കൃഷിഭൂമിയുടെ അവകാശികൾ അവരായിരുന്നു. എന്നാൽ അവർക്ക് ഭൂമി ഒരിക്കലും കിട്ടുകയുണ്ടായില്ല. അപ്പോൾ നമ്മൾ ലാൻഡ് ടു ദ ടില്ലർ എന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒഴുകുന്നവന് ഭൂമി കിട്ടുക എന്നുള്ളതാണ്. ഭൂമി ഒഴുകുന്ന ആരാണ് ഈ ഭൂമി ഒഴുകുന്നവർ? കാളയും മനുഷ്യരുമാണ് ഭൂമി ഒഴുകുന്നത്. അപ്പോൾ അതിൽ മനുഷ്യർക്ക് ഭൂമി കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പാട്ടക്കുടിയാൻ ബില്ല് എന്ന് വിളിക്കുന്നത്. ഈ ഭൂമി കിട്ടിയ ആളുകൾ, ഒരുപാട് പേർക്ക് ഭൂമി കിട്ടുകയുണ്ടായി. ആ ആളുകൾ എല്ലാം ഗൾഫ് കുടിയേറ്റക്കാലത്ത് അവരുടെ വട്ടം കണ്ണങ്ങളും കോൾനിലങ്ങളും തരിച്ചിട്ടു. കൃഷി ചെയ്യാൻ അവരുടെ വീട്ടിലാരെങ്കിലും വേണ്ടേ? അപ്പോൾ പിന്നീട് അവർ പതുക്കെ കുറേശ്ശെയായിട്ട് കുറച്ച് എന്താ പറയുക, നാളികേരത്തിൻ്റെ തൊണ്ടും, നാളികേരത്തിൻ്റെ അല്ല, എന്താ പറയുക, ചകിരി അതിട്ട് തൂർക്കും. അതുപോലെ തന്നെ ഓലമടൽ വെട്ടിയിട്ട് തൂക്കും. അങ്ങനെ പതുക്കെ തൂർത്തു. വീട് വെക്കാൻ വേണ്ടി ചില ആൾക്കാർ വരുമ്പോൾ അവർക്ക് 10 സെൻറ്റ് 20 സെൻറ്റായിട്ട് അത് വിറ്റു. അങ്ങനെ ഈ പാട്ടക്കാരൊക്കെ ലാൻഡ് മാഫിയായി. അതേസമയം കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ള ദളിതർ, അവർക്ക് കൃഷി ചെയ്യാൻ ഭൂമി ഉണ്ടായിരുന്നില്ല. അവർ പിന്നീട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പുതിയ ഭൂവുടമകളിൽ നിന്ന് അവർ വീണ്ടും പാട്ടത്തിനെടുത്താണ് അവർ കൃഷി ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ജന്മിത്തം വേറൊരു രീതിയിൽ കേരളത്തിൽ വരികയുണ്ടായി. പിന്നെ ഭൂപരിഷ്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് 15 ഏക്കർ പരിധി വെച്ചതിൽ ഒരു പ്രശ്നമുണ്ടായി. ബില്ലിൽ പറയുന്നതിന് സെക്ഷൻ 82 എന്നാണ്. നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റ്, ഗൗരിയമ്മയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 5 അംഗങ്ങൾ അടങ്ങുന്നതാണ് ഒരു ജന്മിയുടെ വീട്. അവർക്ക് 15 ഏക്കർ, സ്റ്റാൻഡേർഡ് ഏക്കർ എന്ന് പറയാം, അത് കൈവശം വയ്ക്കാൻ പറ്റും. പക്ഷേ ചില 15 ഏക്കറുകൾ ഭൂമി മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ 30 ഏക്കർ ചില കുടുംബങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചില കുടുംബങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫാമിലി തന്നെ സ്പ്ലിറ്റ് ചെയ്തു. കാരണം സമയമുണ്ടല്ലോ. അപ്പോൾ അവർ ഫാമിലി സ്പ്ലിറ്റ് ചെയ്തിട്ട് 10 പേരുള്ള കുടുംബം, 10 പേര് 10 കുടുംബം എന്നുള്ള രീതിയിലൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കി. എന്നിട്ട് അപ്പോൾ 10 പേർക്കും 15 ഏക്കർ വീതം കൈവശം വയ്ക്കാമല്ലോ. ചിലരൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടു, പലരും പരാജയപ്പെട്ടു. പിന്നെ ഫാമിലി ട്രസ്റ്റ് ഉണ്ടാക്കിയാലും ഈ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. 15 ഏക്കർ പരിധി നമുക്ക് കടക്കാൻ പറ്റും. അങ്ങനെ ചിലർ ഫാമിലി ട്രസ്റ്റ് ഉണ്ടാക്കി രക്ഷപ്പെട്ടു. ചിലർ തോറ്റിട്ടുമുണ്ട്. എല്ലാവർക്കും ഇത് പോയി കഴിഞ്ഞിട്ടില്ല. എന്തായാലും എങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ച് ഭൂമി കൈവശം വെച്ചുവോ അതിനനുസരിച്ച് വിതരണം ചെയ്യാനുള്ള ഭൂമിയുടെ അളവ് കുറയുകയാണ് ഉണ്ടായത്. മറ്റൊരു ഭൂപരിഷ്കരണ ദോഷം എന്തായിരുന്നു എന്ന് വെച്ചാൽ സെക്ഷൻ 81 ആയിരുന്നു തോട്ടങ്ങൾക്ക്, പ്ലാന്റേഷനുകൾക്ക് കൊടുത്ത എക്സെപ്ഷൻ. ചായ, കോഫി, ഏലം, കുരുമുളക് എന്നീ പ്ലാന്റേഷനുകൾക്ക് എത്ര ഏക്കർ വേണമെങ്കിലും കൈവശം വയ്ക്കാമെന്ന നിയമം, അങ്ങനെ ഒരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ സ്വകാര്യ വനഭൂമി ഒരു കുഴപ്പമില്ല, എത്ര വേണമെങ്കിൽ ആവാം. റിലീജിയസ് ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ, അവർക്കും എത്ര വേണമെങ്കിലും കൈവശം. ചില ഇൻഡസ്ട്രിയൽ യൂസേഴ്സ്, അതിനും കൈവശം വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഇവരൊന്നും ഭൂപരിഷ്കരണത്തിൽ വരാത്തത് കൊണ്ട് മതിയായ ഭൂമി, പാവങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള മതിയായ ഭൂമി ചിത്രത്തിൽ വന്നില്ല. അപ്പോൾ ഈ ഭൂപരിഷ്കരണത്തിൻ്റെ പരാജയം എങ്ങനെ തോട്ടം മേഖല അതിലൊരു നിർണായക ഘടകമായി പ്രവർത്തിച്ചു എന്ന് വെച്ചാൽ, ഈ ജന്മിമാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരുടെ സ്വത്തുക്കളൊക്കെ പ്ലാന്റേഷനാക്കാൻ നോക്കി. പലരും ഇതിൽ വിജയിക്കുകയും ചെയ്തു. അതായത് അവിടെ ഈ ക്രോപ്പാണ് വിളയുന്നത്, അതിനൊക്കെ കുറേ രേഖയൊക്കെ ഉണ്ടാക്കി, ഏലമുണ്ട്, കാപ്പിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ രേഖകൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ഭൂമി മുഴുവൻ തോട്ടമാണെന്ന് പറഞ്ഞിട്ട് സ്ഥാപിക്കാൻ നോക്കി. പലരും അതിൽ രക്ഷപ്പെട്ടു. ഇവിടെ ആരോപണം പറയുന്നത്, ഒരു വലിയൊരു ആരോപണമുള്ളത് ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ കുടുംബം ഇങ്ങനെ കുറേ ഭൂമി രക്ഷപ്പെടുത്തി എന്നുള്ള പറയുന്നുണ്ട്. കണ്ണൻ ദേവൻ്റെ തോട്ടങ്ങൾ, അവർക്ക് ഇപ്പോഴും ഒരു സ്വതന്ത്ര രാജ്യമായി അവർ വിഹരിക്കുന്നു. അതിൻ്റെയൊക്കെ കാരണം ഭൂപരിഷ്കരണത്തിലെ ഈ ലൂപ്പ് ഹോൾ ആണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. PS നടരാജപിള്ളയുടെ കാലത്ത് അദ്ദേഹത്തിന് ആരെയും പേടിയുണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹം കണ്ണൻ ദേവൻ്റെ തോട്ടങ്ങൾ സർക്കാരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ആളാണ്. മന്ത്രിസഭ വീണില്ലായിരുന്നെങ്കിൽ പുള്ളി അതും ചെയ്യുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ശേഷം കേരളത്തിൽ ഒരാൾക്കും ഈ കണ്ണൻ ദേവൻ്റെ ചിത്രത്തിൽ തൊടാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പല പോരായ്മകൾ ഇതുവരെ പറഞ്ഞെങ്കിലും ഏറ്റവും വലിയ പോരായ്മ കുറച്ച് മുമ്പ് പറഞ്ഞത് തന്നെയാണ്, മണ്ണിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളിക്ക് ഭൂമി കൊടുത്തില്ല. നമ്മൾ കൊയ്യും വയലൊന്നും നമ്മുടേതായില്ല. അപ്പോൾ ഈ ഭൂപരിഷ്കരണം ഈ കർഷക തൊഴിലാളികളെ എന്താണ് ചെയ്തത്? എന്താണ് അവർക്ക് കൊടുത്തത്? ഭൂപരിഷ്കരണം ഇവരിൽ ചിലരെ കുടികിടപ്പുകാർ എന്ന് വിളിച്ചു. എന്താണ് കുടികിടപ്പ്? നമ്മൾ മുമ്പ് പറഞ്ഞു, ജന്മിയുടെയും പാട്ടക്കാരൻ്റെയും ഭൂമികളിൽ ജോലി ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ അവർക്ക് താമസിക്കാൻ ചെറിയ ഒരു ഇടം അവർ അവരുടെ ഭൂമിയിൽ കൊടുത്തിരുന്നു. ആ സ്ഥലത്ത് നിന്ന് എപ്പോൾ പറഞ്ഞാലും ഇറങ്ങണം എന്ന വ്യവസ്ഥയിലാണത് കൊടുത്തിരുന്നത്. ഈ ആളുകൾക്ക് പിന്നീട് ഭൂപരിഷ്കരണം വന്നപ്പോൾ ഗ്രാമങ്ങളിൽ 10 സെൻറ്റ് കിട്ടി,
പിന്നെ മുനിസിപ്പാലിറ്റികളിൽ 5 സെൻറ്റ് കിട്ടി, നഗരങ്ങളിൽ 3 സെൻറ്റ് കിട്ടി. എന്നിട്ടും ആളുകൾ ബാക്കി, ഇഷ്ടം പോലെ ദളിതർ ബാക്കി. അപ്പോൾ എന്തു ചെയ്തു? അവരെ മുഴുവൻ 4 സെൻറ്റ് കോളനിയിൽ കൊണ്ടുപോയി പ്രശ്നം തീർത്തു. ഇതാണ് ഉണ്ടായത്. കേരളത്തിലെ ഭൂപരിഷ്കരണം ഈ കുടികിടപ്പുകാരെ വെറും താമസക്കാർ എന്ന രീതിയിലാണ് കണ്ടത്. എന്നാൽ പാട്ടകൂടിയന്മാരെ കണ്ടതോ കൃഷി ചെയ്ത് വിളവ് ഉൽപ്പാദിപ്പിക്കുന്നവരായിട്ടാണ്. സത്യത്തിൽ ഈ കുടികിടപ്പുകാരാണ് കൃഷിഭൂമിയിൽ വിളവ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. അവരെ ഭൂപരിഷ്കരണം സൗകര്യപൂർവ്വം മറന്നു എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ചതി മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയ്ക്കും അടിമകളായിരുന്നു ഇവിടുത്തെ പട്ടികജാതിക്കാരും അതുപോലെ തന്നെ മുസ്ലിം ഈഴവ വിഭാഗങ്ങളിൽ പെട്ട ഗതിയില്ലാത്ത മനുഷ്യരും. അവർ ജന്മിത്തം പോയപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിമകൾ ആയി പുരോഗമിച്ചു എന്ന് തന്നെ പറയാം. പാർട്ടിക്ക് വേണ്ടി മൈദ കുറുക്കാനും അതുപോലെ പോസ്റ്റൊട്ടിക്കാനും ജാഥയ്ക്ക് നീളം കൂട്ടാനും വെട്ടിച്ചാകാനും അവർ മുൻപന്തിയിൽ നിന്നു. ചരിത്രം പരിശോധിച്ച് പറയുകയാണെങ്കിൽ പണ്ട് ജന്മിക്ക് വേണ്ടി ഊഴിയ വേല, ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി ഊഴിയ വേല. കമ്മ്യൂണിസ്റ്റുകളുടെ പരമോന്നത കമ്മിറ്റികളിൽ വരെ, അതായത് പോളിറ്റ് ബ്യൂറോയിൽ വരെ ഒരൊറ്റ ദളിതൻ പോലും ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് ഉത്തർപ്രദേശിൽ കാൻഷിറാം എന്ന ഒരു മനുഷ്യൻ അംബേദ്കറുടെ അനിഹലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ സ്വാധീനത്താൽ ഇവിടുത്തെ ദളിതുകളെ, യു പിയിലെ ദളിതുകളെ സംഘടിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയായിരുന്ന മായാവതി അവിടെ യു പിയിൽ അധികാരം പിടിക്കുകയും ചെയ്തപ്പോഴാണ് കേരളത്തിലെ പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ചിലർക്ക് ഞങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലായത്. എങ്കിലും ഇന്നും ഭൂരിഭാഗം ദളിതരും കമ്മ്യൂണിസ്റ്റുകളുടെ പശ കലക്കി സംഘമായി തുടരുകയാണ്. ഭൂപരിഷ്കരണം മൂലം 4 സെൻറ്റ് കോളനികളിൽ തളയ്ക്കപ്പെട്ട ദളിതർ അവിടെ കിടന്ന് പെറ്റുപെരുകിയപ്പോൾ പുറത്തുള്ള മനുഷ്യർക്ക് ഇവരൊക്കെ സ്റ്റാൻഡേർഡ് കുറവുള്ള ആളുകളാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ പുറത്തുള്ള ആളുകൾ അവരെ പറ്റി കോളനിക്കാർ എന്ന് വിളിച്ചു. കോളനി സ്വഭാവം കാണിക്കരുത് എന്ന് പറയുകയും ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുകയും ചെയ്തു. എന്നാൽ 10 സെൻറ്റ് കിട്ടിയ ആളുകളുടെ അവസ്ഥ അതായിരുന്നില്ല. 4 സെൻറ്റുകാരുടെ സ്ഥിതി ആയിരുന്നില്ല 10 സെൻറ്റ് കിട്ടിയ ആളുകൾ. ആ പിന്നോക്കക്കാർ അവർ പല രീതിയിൽ അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. പലരും 10 സെൻറ്റ് പണയപ്പെടുത്തിക്കൊണ്ട് ഗൾഫുകളിലേക്ക് പോകുകയും അവിടെ നിന്ന് പണക്കാരായി മാറുകയും ചെയ്തു. 4 സെൻറ്റിൽ താമസിക്കുന്നവനും ഗൾഫിൽ പോകാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 4 സെൻറ്റ് ഭൂമി ആരും ഒരു ബാങ്കും പണയം എടുക്കാത്തതിനാൽ പട്ടികജാതിക്കാരിൽ നിന്നും ഗൾഫുകാർ കുറയുകയാണ് ഉണ്ടായത്. അതേസമയം വെറും പാട്ടക്കാരും വലിയ കൃഷിഭൂമിയുടെ ഉടമകളായി, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അവർ കൃഷിഭൂമി നികത്തി 10 സെൻറ്റാക്കി വിറ്റ് വലിയ ലാൻഡ് മാഫിയകളായി മാറി. അവർക്കും നിയമത്തെ പേടിച്ചത് കൊണ്ട് മാത്രം അവർക്ക് എല്ലാ ഭൂമിയും നികത്തിയെടുക്കാൻ പറ്റിയില്ല. ആ നികത്താൻ പറ്റാത്ത ഭൂമി അവർ പട്ടികജാതിക്കാർക്കും അതുപോലെ തന്നെ ഈ തമാശ കൃഷിക്കാരുണ്ട്, കോമഡി കൃഷിക്കാർക്കും കൃഷി ചെയ്യാൻ വേണ്ടി പാട്ടത്തിന് കൊടുത്തു. ഇപ്പോൾ അവരാണ് പുതിയ കേരളത്തിലെ ജന്മികൾ. ഇന്ന് എല്ലാവരും അയ്യങ്കാളിയെ മറന്നു, നടരാജപിള്ളയെ മറന്നു, അംബേദ്കർ മറന്നു, സഹോദരൻ അയ്യപ്പനെ മറന്നു. നടരാജപിള്ളയുടെ പാർട്ടിയാണ് തുടർച്ചയായി കേരളം ഭരിച്ചിരുന്നതെങ്കിൽ കേരളത്തിൽ ഭൂപരിഷ്കരണ ബില്ല് കൊണ്ടുവന്നത് നടരാജപിള്ളയാണ് എന്ന് പറയുമായിരുന്നു. അയ്യങ്കാളിയുടെ പാർട്ടിയാണ് ഇവിടെ കേരളം ഭരിച്ചിരുന്നത് എങ്കിൽ കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് നടത്തിയ വ്യക്തി അയ്യങ്കാളിയാണെന്ന് ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാമായിരുന്നു, അല്ലെങ്കിൽ അവർ പറയുമായിരുന്നു. അംബേദ്കറുടെ പാർട്ടിയാണ് ഇവിടെ കേരളം ഭരിച്ചിരുന്നതെങ്കിൽ, തുടർച്ചയായി ഭരിച്ചിരുന്നെങ്കിൽ ആധുനിക ഇന്ത്യൻ പൗരനെ സൃഷ്ടിച്ചത് അംബേദ്കർ ആണെന്ന് ഇവിടെയുള്ള എല്ലാവരും പറയുമായിരുന്നു. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിലോ അപ്പോൾ അവർ പറയുമായിരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ചരിത്രം പറയുമായിരുന്നു, ഈ കേരളത്തിൽ ജാതി ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ഉറങ്ങിയത് സഹോദരൻ അയ്യപ്പന് ശേഷമായിരുന്നു എന്ന് ചരിത്രം വാഴ്ത്തുമായിരുന്നു. ബ്രാഹ്മണർ കേരളം വാഴുന്ന ആ കാലത്ത് അവർ പറഞ്ഞിരുന്നത് ഇതുപോലത്തെ വേറൊരു കഥയായിരുന്നു. അവർ പറഞ്ഞത് കേരളം ഉണ്ടാക്കിയത് പരശുരാമനാണ്, അദ്ദേഹം മഴുവെറിഞ്ഞ് ഒരു കര സൃഷ്ടിച്ചെടുത്തു, അത് ഇവിടുത്തെ ബ്രാഹ്മണർക്കൊക്കെ ദാനമായി കൊടുത്തതാണ് എന്ന് പറഞ്ഞു. ആ കഥ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, 1000 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നും പറയുന്നു. അതിൻ്റെ കാരണം എന്താണ്? അവർ തുടർച്ചയായി കേരളം ഭരിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്ക് വേരുള്ളത് കൊണ്ടാണ്, ആ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന ഭരണാധികാരികൾ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ചരിത്രം ഇന്നും, ആ കെട്ടുകഥ ഇന്നും എനിക്കിവിടെ പറയേണ്ടി വന്നത്. ഇന്ന് വാഴുന്ന കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് ഞങ്ങളാണ് എല്ലാം ചെയ്തത്,
അതിനു മുമ്പ് ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ ഇരുണ്ട യുഗമായിരുന്നു എന്നാണ്. സോ അവരുടെ ചരിത്രത്തിലും നടരാജപിള്ളയില്ല, അയ്യങ്കാളിയില്ല, അംബേദ്കർ ഇല്ല, സഹോദരൻ അയ്യപ്പനില്ല. ഇതാണ് ചരിത്രം. ഇതിൽ പരമൊന്നുമില്ല ചരിത്രത്തിൽ. നന്ദി, നമസ്കാരം.